NCP-യിൽ തമ്മിലടി. സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി അസഭ്യം വിളിച്ചു എന്നാണ് പരാതി. തോമസ് കെ തോമസ് പരമനാറി എന്ന് വിളിച്ചു എന്നാണ് ആരോപണം. പ്രസിഡന്റ് മാറണമെന്നാവശ്യപ്പെട്ടതിന് ആലപ്പുഴയിൽ നിന്നെത്തിയവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് NYC ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സത്യനാഥൻ ആരോപിച്ചു. ഒരു പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാളെ ഒരു സംസ്ഥാന സെക്രട്ടറി വിമർശിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും വന്ന് പ്രത്യേക സംഘടിതമാക്കിയിട്ട് പുതിയതായിട്ട് മെമ്പർഷിപ്പിലേക്ക്, അതായത് എക്സിക്യൂട്ടീവിലേക്ക് ഉൾപ്പെടുത്തിയ ആളുകൾ വന്നിട്ട് എനിക്ക് പത്രമാധ്യമത്തിലൂടെ പറയാൻ പറ്റാത്ത രീതിയിൽ മോശമായിട്ടുള്ള ഭാഷയിലൂടെ തെറി വിളിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ അടിക്കാൻ വേണ്ടി ആക്രോശിക്കുകയാണ്. പ്രസിഡന്റ് ഇടപെട്ടില്ല എന്നുള്ളത് പോട്ടെ, അദ്ദേഹം മൈക്കിലൂടെ വിളിച്ചു പറയാണ്. എന്താ പറഞ്ഞെന്നറിയാം, എടാ പരമ നാറി ബേബിന്ന്. ഈ ബേബി എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംസ്കാരം NCPക്ക് ചേർന്നതല്ല. അത്തരം സംസ്കാരമുള്ള ഒരാളെ ഒരു കാരണവശാലും പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കാൻ യുവാക്കളായിട്ട് നമ്മളൊന്നും ഈ സ്ഥാനത്ത് ഉണ്ടാവുമ്പോൾ അനുവദിക്കില്ല. ശരി, വിഭജന നേതാക്കളുടെ പ്രതിഷേധമാണ് കേട്ടത്. ഇത്തരം വാക്കുകളൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ നിഘണ്ടുവിൽ കാലങ്ങളായി ഇടം പിടിച്ചവയാണ് എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. പക്ഷേ അത് അനുകൂലിക്കുന്നവർ എല്ലായിടത്തും ഉണ്ടാകണം എന്നില്ല. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം. ബിനിൽ, എന്താണ് NCP-യിൽ സംഭവിക്കുന്നത്? മാധു, ഇന്നലെ കൊച്ചിയിൽ ചേർന്ന NCP-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ തമ്മിലടിയും കയ്യാങ്കളിയൊക്കെ തന്നെ ഉണ്ടായത്. പക്ഷേ നേതൃത്വം അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകിയാണ് ചെയ്യുന്നത്. പക്ഷേ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള NYC-യുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നുവെന്നും ആ സംഭവത്തിലേക്ക് നയിച്ചത് പ്രസിഡന്റ് തോമസ് കെ തോമസ് മാറണമെന്ന ആവശ്യം ഒരു സംസ്ഥാന സെക്രട്ടറി ആ യോഗത്തിൽ ഉന്നയിച്ചതിനെ തുടർന്ന് സംഘടിതമായി തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്നവർ വന്ന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അതിനിടയിൽ മൈക്കിലൂടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ സംസ്ഥാന സെക്രട്ടറിയെ അസഭ്യം വിളിച്ചു എന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് തോമസ് കെ തോമസിന് കുട്ടനാട് വീണ്ടും മത്സരിക്കണം. അദ്ദേഹം സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞു. അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു താൻ കുട്ടനാട്ടിൽ മത്സരിക്കുമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം എലത്തൂരിൽ AK ശശീന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കുമെന്ന് കൂടി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒത്തുചേർന്നുകൊണ്ട് ഇവർ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള അമർഷവും കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. AK ശശീന്ദ്രന്റെ കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിക്കാൻ വന്നപ്പോൾ ഇനി ഞാൻ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞയാളാണ്. ഇപ്പോൾ അദ്ദേഹവും വീണ്ടും മത്സരിക്കാൻ വരുന്നു. അതിലൊക്കെയുള്ള ഒരു അമർഷമാണ് NCP-യിലെ ഒരു വിഭാഗത്തിനുള്ളത്. അവർ പറയുന്നത് ഈ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകണം. എല്ലാ പാർട്ടിയിലും യുവാക്കളൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ NCP-യിൽ നമ്മൾ കണ്ടും കേട്ടുമൊക്കെ വർഷങ്ങൾ പരിചയിച്ച ആൾക്കാർ തന്നെയാണ് വീണ്ടും മത്സരിക്കാൻ വരുന്നത്. AK ശശീന്ദ്രന്റെ കാര്യം എടുത്താൽ അദ്ദേഹം എലത്തൂരിൽ എത്രാമത്തെ തവണയാണ് മത്സരിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായി ഒന്നും പറയാൻ കഴിയില്ല. അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊരാളെയും അവിടെ അടുപ്പിക്കുന്നില്ല എന്നതാണ് ഈ യുവ നേതാക്കളുടെ ആരോപണം. അതായത് അവിടെ ഒരു യുവാക്കളായിട്ടുള്ള ആരെങ്കിലും വളർന്നു വരാൻ ശ്രമിച്ചാൽ അവരെ വളരാൻ അനുവദിക്കില്ല. ആ സീറ്റിൽ തനിക്ക് വീണ്ടും മത്സരിക്കണം. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ NYC-യുടെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. NCP-യിലാണ് ഈ പൊട്ടിത്തെറികളൊക്കെ ഉള്ളത്.